ഒന്നിച്ച് കൂടുന്നിടത്ത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഈ ധ്യാനത്തെ 3 പടികളായി നമുക്ക് ക്രമപ്പെടുത്താം. 1. സമൂഹത്തിലെ യേശുവിൻ്റെ സാന്നിധ്യം. ഈ സുവിശേഷ വചനങ്ങളിൽ സമൂഹത്തിലെ യേശുവിൻ്റെ സാന്നിധ്യം എടുത്ത് കാണിക്കുകയാണ്. തെറ്റ് ചെയ്തവനായ ഒരു സഹോദരനെ ആ തെറ്റിൽ നിന്നും മോചിപ്പിക്കുവാനും ഒരുമിച്ച് യേശു സ്നേഹത്തിൽ ചേർത്ത് നിർത്തുവാനും ശ്രമിക്കുവാനുള്ള നമ്മുടെ കൂട്ടുത്തരവാദിത്വത്തെയും വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെയും ഈ സുവിശേഷ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ മധ്യേ ക്രിസ്തു സന്നിഹിതനാണ്. സുവിശേഷത്തിലെ ആദ്യ വചനങ്ങളിലൊന്ന് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നതാണ്. സുവിശേഷത്തിൻ്റെ അവസാനം എല്ലാ ദിവസവും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന യേശുവിൻ്റെ വാഗ്ദാനവുമാണ്. കർത്താവിൻ്റെ കൂദാശ സാന്നിധ്യത്തിന് ആരാധ്യമായ പ്രാധാന്യം നൽകുന്ന നമ്മുടെ ഈ സഭയിൽ യേശുവിൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തിലും എല്ലായ്പ്പോഴും നമ്മുടെ ഇടയിലും യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് വചനം നമ്മെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. നന്മയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ ക്രിസ്തു സാന്നിധ്യം വിളിച്ചോതുന്നത് തന്നെയാണ്. 2. നമുക്ക് പരസ്പരം നമുക്കും മറ്റുള്ളവരിലുമുള്ള കൂട്ടുത്തരവാദിത്വമുണ്ട്. ഇന്ന് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് എല്ലാവരും വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാതാപിതാക്കളിൽ നിന്നും സ്വാതന്ത്ര്യം ആർജിക്കുവാൻ കുടുംബത്തിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന യുവജനത, ജീവിത പങ്കാളിയിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുവാൻ കുടുംബത്തിൽ നിന്നും മാറി സഞ്ചരിക്കുന്നവർ, സഹോദരങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുവാൻ കുടുംബത്തിൽ നിന്നും മാറി സഞ്ചരിക്കുന്നവർ. ഒരു കത്തോലിക്കൻ്റെ ഏറ്റവും വലിയ കൂട്ടുത്തരവാദിത്വം ഒരുമയോടുകൂടി കുടുംബത്തിൽ ക്രിസ്തുനാമത്തിൽ ചേർന്നിരിക്കുക, പ്രാർത്ഥിക്കുക എന്നതു തന്നെയാണ്. ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും വ്യക്തി സത്തയുടെയും വ്യക്തിപരമായ അന്വേഷണത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പ്രതിഫലനം ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ഉള്ള കൂട്ടായ പ്രാർത്ഥനയുടെ കുറവുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഒരുവൻ്റെ കുറവുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരുവനെ ദൈവത്തിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അത് സാധ്യമല്ലെങ്കിൽ ഒരുമയോടുകൂടി എല്ലാവരും ചേർന്ന് നിന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 3. ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം ഒന്നിച്ചു കൂടിയാൽ ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നാം ഒന്നിച്ചു കൂടുക എന്നാൽ യേശുവിന് വേണ്ടി, യേശുവിലൂടെ, യേശുവിൽ നാം നമ്മുടെ ജീവിതത്തെ ഒന്നായി ചേർത്ത് വയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ വചനത്തോടും അപ്പോസ്തലിക പാരമ്പര്യത്തോടും ക്രിസ്തു സ്നേഹത്തോടും ക്രിസ്തുവിൻ്റെ ആഗ്രഹത്തോടും നാം ചേർന്നിരുന്ന് നമ്മുടെ ജീവിതത്തെ ഒന്നാക്കി വയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെയാണ് ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ അധികാരം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ ഭൂമിയിൽ നിങ്ങൾ യേശുവിൻ്റെതാകുവാൻ, നിങ്ങളെ ബന്ധിക്കുവാനും നിങ്ങളെ അഴിച്ചുവിടുവാനും ശേഷിയുള്ള അധികാരം നൽകിയ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ ജീവിക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനത്താൽ ബന്ധിതരായി കൂട്ടായ്മാനുഭവപ്രഭയിൽ വചനത്താൽ ബന്ധിതരായി അണഞ്ഞിടുന്നു നിന്റെ മക്കൾ. കാഴ്ചയണയ്ക്കാൻ നിന്റെ മുന്നിൽ, കാഴ്ചയണയ്ക്കാൻ നിന്റെ മുന്നിൽ.
അനുദിന ജീവിത സുഖദുഃഖങ്ങൾ പരസ്പരമെല്ലാം പങ്കുവയ്ക്കാം. അനുദിന ജീവിത സുഖദുഃഖങ്ങൾ പരസ്പരമെല്ലാം പങ്കുവയ്ക്കാം. നീ ഇന്നു നൽകിടുമാത്മബലത്താൽ, നീ ഇന്നു നൽകിടുമാത്മബലത്താൽ അർപ്പിച്ചിടാം നിൻ ദാനങ്ങളൊന്നായി. കൂട്ടായ്മാനുഭവപ്രഭയിൽ വചനത്താൽ ബന്ധിതരായി അണഞ്ഞിടുന്നു നിന്റെ മക്കൾ. കാഴ്ചയണയ്ക്കാൻ നിന്റെ മുന്നിൽ പാവനമാക്കണം ഈ കാഴ്ചയെല്ലാം തിരുമുൻപിലേകുന്ന നേരം നാഥ. പാവനമാക്കണം ഈ കാഴ്ചയെല്ലാം തിരുമുൻപിലേകുന്ന നേരം നാഥ. നിന്നിൽ വളരാനും ഒന്നാകുവാനും, നിന്നിൽ വളരാനും ഒന്നാകുവാനും വരമേകിടേണമേ നീ സ്നേഹദാത. കൂട്ടായ്മാനുഭവപ്രഭയിൽ വചനത്താൽ ബന്ധിതരായി കൂട്ടായ്മാനുഭവപ്രഭയിൽ വചനത്താൽ ബന്ധിതരായി അണഞ്ഞിടുന്നു നിന്റെ മക്കൾ. കാഴ്ചയണയ്ക്കാൻ നിന്റെ മുന്നിൽ കാഴ്ചയ